ഇനി പുണ്യമേറിയ ഉളഹിയത്ത് കർമ്മത്തിന്റെ തെളിവുകൾ മനസ്സിലാക്കുക. ഖുർആനികമായും ഹദീസുകളിലും കൊണ്ടും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതിന്റെ തെളിവുകൾ നാം മനസ്സിലാക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഒന്നാമതായി കേട്ടോളിൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഇന്നാ അഅതൈനാകൽ കൗസർ, നബിയെ അങ്ങക്ക് നാം ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടില്ലയോ? കൗസർ എന്ന് പറയുന്ന അനുഗ്രഹം അങ്ങക്ക് നാം നൽകിയില്ലയോ നബിയേ? അതുകൊണ്ടുണ്ടല്ലോ ഫസല്ലി ലിറബ്ബിക വൻഹർ, അങ്ങ് അതിനാൽ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുകയും അള്ളാഹ്ക്ക് വേണ്ടി നമസ്കരിക്കുകയും വൻഹർ ബലിയറുക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളോട് വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞ സന്ദർഭം ഇതൊരു തെളിവാണ്, ബലിയറുക്കുന്നതിൻ്റെ ഒരു തെളിവാണ്. എന്തേ നാം മനസ്സിലാക്കുക, അതായത് അള്ളാഹിന്റെ റസൂലിന് ധാരാളമായ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയില്ലയോ? കൗസർ എന്ന് പറയുന്ന അനുഗ്രഹം, അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയില്ലയോ? അതുകൊണ്ട് ഫസല്ലി ലിറബ്ബിക വൻഹർ, അള്ളാഹ്ക്ക് വേണ്ടി നമസ്കരിക്കുകയും ബലിയറുക്കുകയും ചെയ്യുക എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഇത് ബലിയറുക്കുന്നതിന്റെ ഒന്നാമത്തെ തെളിവ്, ഖുർആനികമായ തെളിവ്. ഇനി രണ്ടാമത്തെ തെളിവ് കേട്ടോളിൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മനസ്സിലാക്കണേ. മക്കാ മുശ്രിക്കീങ്ങളോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹ് പറയാൻ പറഞ്ഞ സന്ദർഭം, അതും ഈ ബലികർമ്മത്തിന് തെളിവാണ് മുസ്ലിമേ. വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാം, വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാ, ഖുൽ ഇന്ന സ്വലാത്തി വനുസ്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. കുൽ നബിയെ അങ്ങ് പറയുക, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാ, ഇന്ന സ്വലാത്തി, തീർച്ചയായും എൻ്റെ നമസ്കാരവും വനുസക്കി, എൻ്റെ ബലികർമ്മവും ആരാധനാ കർമ്മങ്ങളും, വമഹ്യായ, എൻ്റെ ജീവിതവും, വമമാതി, എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ മരണവും എല്ലാം ഉണ്ട് ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു എന്ന് നബി തങ്ങളോട് അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ മക്കാ മുശ്രിക്കീങ്ങളോട് പറയാൻ പറഞ്ഞ സന്ദർഭം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ബലികർമ്മത്തിന്റെ രണ്ടാമത്തെ തെളിവായി നാം മനസ്സിലാക്കുക. ഇതെന്താണ് ബലി അറുക്കാനുള്ള രണ്ടാമത്തെ തെളിവ്, ഖുർആനികമായ തെളിവ്. ഇനി മൂന്നാമത്തെ തെളിവ് മനസ്സിലാക്കിക്കോളിൻ. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഖാല, അത് മഹാനവറുകൾ പറയുകയാ, അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീനത്തി 10 സിനീന യുളഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, പരിശുദ്ധമായ മദീനയിലുണ്ടല്ലോ, 10 വർഷം താമസിച്ചപ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകൻ ബലിയറുക്കുമായിരുന്നു എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാ. 10 വർഷം മദീനയിൽ അള്ളാഹിന്റെ റസൂല് താമസിച്ചപ്പോഴും എന്താണ് അള്ളാഹിന്റെ റസൂല് യുളഹി ബലിയറുക്കുമായിരുന്നുവെന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് ഇത്രയും നാം പറഞ്ഞത് ബലി അറുക്കുന്നതിൻ്റെ ഗൗരവവും തെളിവുകളുമാണ് പറഞ്ഞത്. അതുകൊണ്ട് നാം ഇതിലൂടെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.